ഫിലിപ്പ് കവിയിൽ 2 കന്യാസ്ത്രീകൾ ഇപ്പോഴും ജയിലിലാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഛത്തീസ്ഗഡിലെ ദുർഗയിൽ സംഭവിച്ചത്? ഛത്തീസ്ഗഡിൽ ഇന്നലെ സംഭവിച്ചത് വളരെ നിർഭാഗ്യകരമായ സംഭവങ്ങളാണ്. 2 ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ്, ക്രൈസ്തവ മിഷണറിമാർ അല്ലെങ്കിൽ ക്രൈസ്തവ സന്യാസിനികൾ, അവിടെ ജോലി ചെയ്യുന്ന സിസ്റ്റേഴ്സ് അവരുടെ സ്ഥാപനങ്ങളിലേക്ക് ജോലിക്കായി വന്ന ക്രൈസ്തവരായ കുട്ടികളെ, ആളുകളെ, കുട്ടികൾ എന്ന് പറഞ്ഞാൽ മൈനറല്ല, പെൺകുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലെത്തിയതായിരുന്നു. അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് TTR അനാവശ്യമായി ഇടപെടുകയും ബജ്റംഗ് ദളിൻ്റെ പ്രവർത്തകരെന്ന് പറയുന്ന ആളുകളെ വിളിച്ചു കൂട്ടിയെന്നുമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ വെച്ച് ഈ പാവപ്പെട്ട 2 സിസ്റ്റർമാരെയും, സന്യാസ വസ്ത്രത്തിലുള്ള സിസ്റ്റർമാരെയും അധിക്ഷേപിക്കുകയും ആൾക്കൂട്ട വിചാരണ നടത്തുകയും ചെയ്തുവെന്നും പോലീസ് അവർക്കെതിരെ അകാരണമായി ഭരണഘടനാ വിരുദ്ധമായ നിലപാടിൽ ഉറച്ചു നിന്ന് തുറുങ്കിലടക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് ഈ രാജ്യത്തിൻ്റെ മതേതര സ്വഭാവത്തിന് കളങ്കമേൽപ്പിക്കുന്നൊരു സംഭവമാണ്. ഇത് നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇന്ന് മാധ്യമങ്ങളെല്ലാം വലിയ പ്രാധാന്യത്തോടെ ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചു. അന്താരാഷ്ട്ര തലങ്ങളിൽ ഇത് ചർച്ചയായി മാറിയിട്ടുണ്ട്. ഈ ഭാരതത്തിൽ ഇപ്പോൾ നടക്കുന്ന ഇത്തരം ന്യൂനപക്ഷങ്ങളോടുള്ള വേർതിരിവും ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണവും അതിശക്തമായിട്ട് എല്ലാ വിഭാഗക്കാരും എതിർക്കേണ്ടതാണ്. ആൾക്കൂട്ട വിചാരണയാണോ നിയമവാഴ്ചയാണോ ഈ ഭാരതത്തിലുള്ളത് എന്ന് നമ്മൾ വീണ്ടും വിചാരം നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഏത് മതത്തിൽപ്പെട്ട ആളും ഈ ഭാരതത്തിലെ പൗരനാണെങ്കിൽ ആ ഭാരതത്തിലെ ഭരണഘടന അനുസരിച്ച്, പ്രത്യേകിച്ച് 25-ാം അനുച്ഛേദനം പ്രകാരം ഏത് മതത്തിൽ വിശ്വസിക്കാനും ആ മതം പ്രചരിപ്പിക്കുവാനും ഉള്ള അവകാശം ഭരണഘടന കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഭരണഘടന മാറ്റിയൊന്നും എഴുതിയിട്ടില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ മതമനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്? മത പരിവർത്തന നിരോധന നിയമം കൊണ്ട് മതന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താനുള്ള ശ്രമം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വളരെ ശക്തമായിട്ട്. പക്ഷേ ഫാദർ ഫിലിപ്പ് കവിയിൽ ഇവിടെ മതപരിവർത്തനം എന്നുള്ള കാര്യം മാറ്റിയിട്ടുണ്ട്. അത് ഇവർക്കെതിരെ, ഇവരെ ജയിലിലടച്ചതിന് കാരണമായി പറയുന്നതിൽ മതപരിവർത്തനം ഉൾപ്പെട്ടിട്ടില്ല എന്നാണ്. മനുഷ്യക്കടത്താണ്. അതായത് ആ പെൺകുട്ടികളുടെ അവരുടെ രക്ഷിതാക്കളുടെ അനുവാദമില്ലാതെ ആ കുട്ടികളെ, അതിന് കാരണം എന്താണെന്ന് കൂടെ നമ്മൾ ചിന്തിക്കണം. ആദ്യം മതപരിവർത്തനമാണ് അവരുദ്ദേശിച്ചത്. അതെ, മതം എന്തുകൊണ്ടാണ് മതപരിവർത്തനം എന്ന ആദ്യത്തെ ആരോപണം അവർ മാറ്റിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ കുട്ടികൾ ക്രൈസ്തവരായ കുട്ടികളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ മറ്റൊരു ആക്ഷേപം അവരുടെ മേൽ ഉന്നയിക്കുകയാണ്. അതായത് മനുഷ്യക്കടത്ത്. എന്ത് മനുഷ്യക്കടത്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? പ്രായപൂർത്തിയായ കുട്ടികൾ അവരുടെ മാതാപിതാക്കളുടെ സമ്മതത്തോടെ അവർ ജോലി ചെയ്യാൻ വരികയാണ്. ഏത് മതത്തിൽപ്പെട്ട ആളായിക്കോട്ടെ, ഇത് ക്രൈസ്തവരെന്ന് മാത്രമല്ല, ഏത് മതത്തിൽപ്പെട്ടവർക്കും ഈ രാജ്യത്ത് പ്രായപൂർത്തിയായവർക്ക് അവർക്ക് ജോലി സ്ഥലത്തേക്ക് പോയിക്കൂടെ? അവർക്ക് പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ജോലി കൊടുക്കുന്ന ആളുകൾ വന്നാൽ അതിലെന്താണ് തെറ്റ്? അത് ക്രൈസ്തവരായതുകൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്യുന്നത്. ഇത്തരം ആൾക്കൂട്ട വിചാരണ ഇത് പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ സാധിക്കുകയില്ല. മറ്റ് മതന്യൂനപക്ഷങ്ങളുടെ പേരിലും ഇത്തരമുള്ള ആരോപണങ്ങൾ നടത്തി അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പേരിൽ, അവർ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ പേരിൽ ഈ ആൾക്കൂട്ട വിചാരണ നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ഭാരതത്തിൻ്റെ അന്തസ്സത്തയ്ക്ക് ചേർന്ന ഒരു പ്രവൃത്തിയല്ല ഇവിടെ നടന്നിരിക്കുന്നത്. അത് നമ്മൾ തുറന്നു പറയാതിരിക്കാൻ വയ്യ. ഇവിടെ നമ്മളെ കാണുമ്പോൾ വലിയ സ്നേഹം കാണിക്കുകയും ഉത്തരേന്ത്യയിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മളുടെ, അതായത് ക്രൈസ്തവരുടെ പൂജ്യമായ പ്രതീകങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പറയുന്നത് ഏത് വകുപ്പിലാണ്? ഞങ്ങൾക്ക് ക്രൈസ്തവരായ ഞാനിപ്പോൾ ഒരു പുരോഹിതനാണ്. ഞാൻ എൻ്റെ ക്രൈസ്തവ വ്യക്തിത്വത്തിൻ്റെ, പൗരോഹിത്യ വ്യക്തിത്വത്തിൻ്റെ അടയാളമാണ് എൻ്റെ ഈ ധരിച്ചിരിക്കുന്ന വിശുദ്ധ വസ്ത്രം. ഇത് ധരിച്ച് ഞാൻ ഉത്തരേന്ത്യയിലൂടെ പോയാൽ എന്നെ തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യ മഹാരാജ്യം, ജനാധിപത്യ മഹാരാജ്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇതേ ആളുകൾ തന്നെ അവിടെ ഞാനുണ്ടായിരുന്ന പള്ളിയിലെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ കത്തോലിക്ക സഭയുടെ ബിഷപ്പുമാർ പോലും, അല്ലെങ്കിൽ മറ്റു സഭകളുടെ ബിഷപ്പുമാർ പോലും ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ച സൽക്കാരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഈ ആശങ്ക നിങ്ങൾ പങ്കുവച്ചിട്ടുള്ളതാണോ? നിങ്ങൾക്കെതിരെയുള്ള പ്രധാന ആരോപണം എന്ന് പറയുന്നത് BJP-യോട് മൃദു സമീപനം സ്വീകരിക്കുന്നു, കേന്ദ്ര സർക്കാരിനോട് മൃദു സമീപനം സ്വീകരിക്കുന്നു. ആ സമയങ്ങളിൽ ക്രൈസ്തവർക്കെതിരെയുള്ള അക്രമങ്ങൾ
അത് നിങ്ങൾ ഓർക്കുന്നില്ല, നിങ്ങൾ മറന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ലൈംലൈറ്റിലേക്ക് വരുന്ന സമയത്ത് മാത്രമാണോ ഇത്തരം ഓർമ്മകൾ ഉണ്ടാകുന്നത്? അല്ല, തീർച്ചയായിട്ടും അല്ല. ഞങ്ങൾ ഇത് വേണ്ടപ്പെട്ടവരോട് വേണ്ട സ്ഥലത്തൊക്കെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. പ്രധാനമന്ത്രിയോട് CBCIയുടെ പ്രസിഡന്റ് തന്നെ പലതവണ ഈ കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ പ്രധാനമന്ത്രി നമ്മളെ ഒരു വിരുന്നിന് ക്ഷണിക്കുമ്പോൾ പോകത്തില്ല എന്ന് ഇവിടെ നിയമമില്ലല്ലോ. അങ്ങനെ പോയാലല്ലേ അവരോട് നമുക്ക് സംവദിക്കാൻ സാധിക്കുകയുള്ളൂ. അവരോടൊരു ബന്ധമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ? അതുമാത്രമല്ല, ഇന്ത്യ മഹാരാജ്യത്തെ ഭരിക്കുന്ന ഭരണാധിപന്മാരുടെ അടുത്തല്ലാതെ ആരോട് നമ്മളിത് പറയും? അപ്പോൾ അവർ വിളിക്കുന്ന ആ ഇൻവിറ്റേഷൻ സ്വീകരിക്കാതിരിക്കുകയാണ് അതിനൊരു പരിഹാരം. അങ്ങനെ വന്നാൽ നമുക്കൊരു എല്ലാ വാതിലുകളും അടഞ്ഞു പോയില്ലേ? ഒരു കാരണവശാലും ഇത് തമ്മിൽ നമ്മൾ കൂട്ടിക്കുഴയ്ക്കരുത്. ഈ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരോ ക്രൈസ്തവ വിശ്വാസികളോ ഒരു കാരണവശാലും മൃദു സമീപനം ഇക്കാര്യത്തിൽ എടുത്തിട്ടില്ല. അത് മറ്റുള്ള ആളുകളുടെ വ്യാജമായ ആരോപണം മാത്രമാണ്. BJP ഗവൺമെൻറ്റിനോട് ഞങ്ങൾക്ക് പ്രത്യേക ആനുകൂല്യമോ അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായോ പ്രതികൂലമായോ ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ അത് BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മറ്റു പാർട്ടികളാണെങ്കിലും ഞങ്ങൾ തുറന്നു പറയും. അതിനുള്ള ആർജവത്വം ഞങ്ങൾക്കുണ്ട്. ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഞങ്ങളത് തുറന്നു പറയുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. ക്രൈസ്തവരായ ആളുകൾക്ക് അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിലുള്ള ആളുകൾക്ക് നിർഭയം ഈ നാട്ടിൽ ജീവിക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാകേണ്ടതാണ്. അത് നമ്മുടെ ഭരണഘടന അനുവദിക്കുന്ന കാര്യമാണ്. ഒരുപോലെയാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. ഈ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഹൈന്ദവനായാലും ഒരു പൗരന് തുല്യ അവകാശമാണുള്ളത്. ആർക്കും കൂടുതലോ ആർക്കും കുറവോ ഇല്ല. അത് ബഹുമാനിക്കപ്പെടണം, അത് നടപ്പിലാക്കപ്പെടണം. അതാണ് ഞങ്ങൾക്ക് പറയുന്നത്. ചില പ്രതികരണങ്ങൾ കേൾക്കാം. ആദ്യം ശ്രീ MB രാജേഷിന്റെ പ്രതികരണം ഇക്കാര്യത്തെക്കുറിച്ച്, മന്ത്രിയുടെ പ്രതികരണം കേൾക്കാം.